അപ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈ മാറ്റും. അപ്പോൾ നിനക്കെൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. ഇനി ഏലിയായ്ക്കുണ്ടായ ഒരു അനുഭവം രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടെ അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലകി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് മുഖാമുഖത്തു നിന്നു. ദൈവിക വെളിപാടിന്റെ പർവ്വതം എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട സീനായ് മലയിൽ തന്നെയാണ് ഈ 2 ദൈവാവിഷ്കാരങ്ങളും സംഭവിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ മോശയ്ക്കോ ഏലിയായ്ക്കോ ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധിക്കുക. അവർക്ക് ദൈവത്തെ കേൾക്കാനും ദൈവശക്തിയുടെ പ്രകടനങ്ങൾ കാണാനും കഴിഞ്ഞു. എന്നാൽ അവർക്ക് ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പറഞ്ഞ 2 സംഭവങ്ങൾക്കും രൂപാന്തരീകരണവുമായി എന്താണ് ബന്ധം? ഉത്തരം ലളിതമാണ്, എന്നാൽ ആഴമേറിയതുമാണ്. യേശുവിന്റെ രൂപാന്തരീകരണ വിവരണം ഒരിക്കൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മനുഷ്യരൂപത്തിലായിരിക്കുന്ന യേശു രൂപാന്തരീകരണ സമയത്ത് തന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് തന്റെ ദൈവിക ഭാവം വെളിപ്പെടുത്തുന്നതിലൂടെ ഒരേ സമയം അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവുമാണ് പ്രകടമാക്കിയത്.